അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 24, സൂറത്തുന്നൂർ, 45 മുതൽ 54 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير. അല്ലാഹു എല്ലാ ജന്തുക്കളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ അവരിൽ ചിലർ ഉദരത്തിന്മേൽ, അതായത് ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്. 2 കാലിൽ നടക്കുന്നവരും അവരിലുണ്ട്. 4 കാലിൽ നടക്കുന്നവരും അവരിലുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ലഖദ് അൻസൽനാ ആയാതിൻ മുബയ്യിനാത് വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. തീർച്ചയായും, അതായത് യാഥാർത്ഥ്യങ്ങളെ വ്യക്തമാക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും നാം അവതരിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. ഭൂമിയിൽ ചലിക്കുന്ന എല്ലാ ജീവികൾക്കും ദാബത്ത്, ജന്തു എന്ന് പറയുന്നു. വാഹനത്തിനും ജോലിക്കും ഉപയോഗിക്കുന്ന മൃഗങ്ങളെ മാത്രം ഉദ്ദേശിച്ചും ദാബത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. ആദ്യം പറഞ്ഞ അർത്ഥമാണിവിടെ ഉദ്ദേശം. ജീവജന്തുക്കളെല്ലാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച് സൂറത്തുൽ അംബിയ 30 വെച്ച് നാം വിവരിച്ചിട്ടുണ്ട്. ജീവികളുടെ സൃഷ്ടിയിൽ വെള്ളമല്ലാത്ത ധാതുക്കളുടെ അംശവും അടങ്ങിയിട്ടുണ്ടെങ്കിലും ഘടനയിലും ഘടനയ്ക്കു ശേഷവും ജലാംശത്തിനുള്ള പ്രാധാന്യത്തെ ഇത് കുറിക്കുന്നു. 4 കാലുകളിൽ കൂടുതലുള്ള എത്രയോ ജന്തുക്കളുണ്ടെന്ന് പറയേണ്ടതില്ല. അപ്രകാരം തന്നെ രൂപം, ആകൃതി, പ്രകൃതി തുടങ്ങിയവയിലെല്ലാം പരസ്പരം വ്യത്യസ്തങ്ങളായ കണക്കറ്റ ജീവികൾ ലോകത്തുണ്ട്. ചിന്തിക്കുവാൻ വേണ്ടി 2-3 തരം ഉദാഹരണമായി എടുത്തു പറഞ്ഞ ശേഷം അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഖ്ലുഖുല്ലാഹു മാ യശാ എന്ന വാക്കിൽ ബാക്കിയെല്ലാം അടങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രകാശത്താൽ പ്രക്ഷോഭിതരായ സജ്ജനങ്ങളെയും പ്രകാശം ലഭിക്കാതെ അന്ധകാരത്തിൽ നട്ടം തിരിയുന്ന അവിശ്വാസികളെയും ഉദാഹരിച്ച് കാണിച്ചു. അനന്തരം അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യങ്ങളെ സാക്ഷീകരിക്കുന്ന ചില പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളും വിവരിച്ചു. ശേഷം മേൽപ്പറഞ്ഞ 2 തരക്കാർക്കുമിടയിൽ കഴിഞ്ഞുകൂടുന്ന കപടവിശ്വാസികളെ പറ്റിയാണ് അടുത്ത വചനങ്ങൾ പ്രതിപാദിക്കുന്നത്. വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക വമാ അവർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. അതിനുശേഷം പിന്നെയും അവരിൽപ്പെട്ട ഒരു വിഭാഗം പിന്മാറിപ്പോകുന്നു. അക്കൂട്ടർ സത്യവിശ്വാസികളല്ല തന്നെ. وَإِذَا دُعُوا
إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون. അവരുടെ ഇടയിൽ വിധി പറയുവാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അവർ ക്ഷണിക്കപ്പെടുന്നതായാൽ അപ്പോഴതാ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു പോകുന്നു. وَإِنْ يَكُنْ لَهُمُ الْحَقُّ يَأْتُوا إِلَيْهِ مُذْعِنِينَ. ന്യായം അവർക്കാണ്, അതായത് അവരുടെ പക്ഷത്താണ് ഉള്ളതെങ്കിലോ അവർ അദ്ദേഹത്തിന്റെ അഥവാ റസൂലിന്റെ അടുക്കലേക്ക് അനുസരണമുള്ളവരായിക്കൊണ്ട് വരുന്നതുമാകുന്നു. അഫീ ഖുലൂബിഹിം മറദുൻ അം ഇർതാബൂ അം യഖാഫൂന അൻ യഹീഫ അല്ലാഹു അലൈഹിം വറസൂലുഹു ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ. അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അതല്ല അവർക്ക് സംശയം പിടിപെട്ടിരിക്കുകയാണോ? അതോ അള്ളാഹുവും അവന്റെ റസൂലും അവരുടെ മേൽ അനീതി പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ? എന്നാൽ അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ. ഭാവം കൊണ്ടും സംസാരം കൊണ്ടും മുസ്ലിങ്ങളാണെന്ന് നടിക്കുന്നവരാണ് കപടവിശ്വാസികൾ, അതായത് മുനാഫിഖുകൾ. ഞങ്ങൾ വിശ്വാസികളാണെന്നും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണെന്നും അവർ ജൽപ്പിച്ചുകൊണ്ടിരിക്കും. വല്ല പ്രശ്നവും നേരിടുമ്പോൾ അതിൽ റസൂൽ തിരുമേനിയുടെ തീരുമാനവും വിധിയും കേൾക്കാനോ സ്വീകരിക്കുവാനോ അവർ തയ്യാറുണ്ടാകുകയില്ല. സത്യത്തിന്റെ മുമ്പിൽ കപടന്മാർക്ക് വിജയസാധ്യത കുറവായിരിക്കുമല്ലോ. വല്ലപ്പോഴും അവരുടെ ഭാഗത്ത് സത്യവും ന്യായവും ഉണ്ടെന്നും വിധി തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്നും കണ്ടാൽ അവിടെ അവർ സവിനയം തിരുമേനിയുടെ മുമ്പിൽ വരികയും ചെയ്യും. അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി സത്യവും ന്യായവും അനുസരിച്ചല്ലാതെ പ്രവർത്തിക്കയില്ലെന്ന്. അവരുടെ ഈ നിലപാടിന് കാരണം ഒന്നുകിൽ അവരുടെ ഹൃദയത്തിൽ ഒരു തരം രോഗം, കാപഢ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ യഥാർത്ഥ സത്യത്തിൽ സംശയിക്കുന്നവരായിരിക്കണം. അതുമല്ലെങ്കിൽ അള്ളാഹുവും റസൂലും അന്യായം പ്രവർത്തിക്കുന്നവരാണെന്ന ആശങ്ക അവർക്കുണ്ടായിരിക്കണം. ഈ മൂന്നിൽ ഓരോന്നും തന്നെ അവിശ്വാസമാണ് താനും. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. നിശ്ചയമായും സത്യവിശ്വാസികളുടെ വാക്ക് അവർക്കിടയിൽ വിധി പറയുവാനായി അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അവർ ക്ഷണിക്കപ്പെടുന്നതായാൽ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുക മാത്രമായിരിക്കും. അക്കൂട്ടർ തന്നെയാണ് വിജയികളും. وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ وَيَخْشَ اللَّهَ وَيَتَّقْهِ فَأُولَئِكَ هُمُ الْفَائِزُونَ. ആർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ അവർ തന്നെയാണ് ഭാഗ്യവാന്മാർ. അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കുക എന്നതിന്റെ താല്പര്യം അള്ളാഹുവിന്റെ ഖുർആനിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും ക്ഷണിക്കുക എന്നത്രേ. അള്ളാഹു അവതരിപ്പിച്ചതോ അവൻ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ളതോ അല്ലാത്ത യാതൊരു വിധിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്ന് തീർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തെപ്പറ്റി എന്ത് വിധി കൊടുത്തുവോ അത് അപ്പടി യാതൊരു അനിഷ്ടമോ ചോദ്യം ചെയ്യലോ കൂടാതെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നത് സത്യവിശ്വാസികളുടെ ഒഴിച്ചുകൂടാത്ത കടമയത്രേ. മാത്രമല്ല അത് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം കൂടിയാണ്. അതിൽ വിസമ്മതം തോന്നുന്നവനും വിമർശനം കാണുന്നവനും യഥാർത്ഥത്തിൽ മുഅ്മിൻ സത്യവിശ്വാസി ആയിരിക്കയില്ല, കപടവിശ്വാസി ആയിരിക്കും. സൂറത്തുൽ നിസാ 65-ലും സൂറത്തുൽ അഹ്സാബ് 36-ലും മറ്റും അള്ളാഹു ഇത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളത് കാണാം.
കപടവിശ്വാസികളുടെ കാപട്യത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടി അള്ളാഹു വെളിപ്പെടുത്തുന്നു. وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِنْ أَمَرْتَهُمْ لَيَخْرُجُنَّ قُلْ لَا تُقْسِمُوا طَاعَةٌ مَعْرُوفَةٌ إِنَّ اللَّهَ خَبِيرٌ بِمَا تَعْمَلُونَ. നബിയെ, താൻ അവരോട് കൽപ്പിക്കുന്ന പക്ഷം അവർ നിശ്ചയമായും പുറപ്പെട്ടു പോരുമെന്ന് തങ്ങൾക്ക് കഴിയും പ്രകാരമുള്ള ശപഥം അവർ അള്ളാഹുവിൽ സത്യം ചെയ്തു പറയുക, നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല. അതായത് നിങ്ങളുടേത് പരിചയപ്പെട്ട ഒരു അനുസരണമാണ്. നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കാറുള്ളതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. قُلْ أَطِيعُوا اللَّهَ وَأَطِيعُوا الرَّسُولَ فَإِن تَوَلَّوْا فَإِنَّمَا عَلَيْهِ مَا حُمِّلَ وَعَلَيْكُمْ مَا حُمِّلْتُمْ وَإِن تُطِيعُوهُ تَهْتَدُوا وَمَا عَلَى الرَّسُولِ إِلَّا الْبَلَاغُ الْمُبِينُ. പറയുക, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊള്ളുവിൻ. എന്നാൽ നിങ്ങൾ പിന്മാറുകയാണെങ്കിലോ അദ്ദേഹം, അതായത് റസൂൽ, ചുമതലപ്പെടുത്തപ്പെട്ടത് മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ പേരിൽ, അതായത് ബാധ്യത ഉണ്ടായിരിക്കുക. നിങ്ങൾ ചുമതലപ്പെടുത്തപ്പെട്ടത് നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതാണ്. റസൂലിന്റെ മേൽ വ്യക്തമായ പ്രബോധനമല്ലാതെ ഇല്ല. വല്ല യുദ്ധത്തിലോ സേനയിലോ പങ്കെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുന്ന പക്ഷം യാതൊരു മടിയും കൂടാതെ തങ്ങൾ പോയിക്കൊള്ളുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ട് പോകാൻ കൽപ്പിച്ചാലും അതിന് തങ്ങൾ തയ്യാറാണെന്നും അവർ കഴിയുന്നത്ര ശക്തിമത്തായ നിലയിൽ സത്യം ചെയ്ത് പറയാറുണ്ട്. പക്ഷേ 63-ാം വചനത്തിൽ കാണും പോലെ സന്ദർഭം വരുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അതുകൊണ്ട് അവരോട് ഇപ്രകാരം താക്കീത് ചെയ്യുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. നിങ്ങൾ വൃഥ സത്യം ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ അനുസരണത്തിന്റെ യഥാർത്ഥ നില മുമ്പേ പരിചയമുള്ളതാണ്. അത് നാവിൽ മാത്രമേയുള്ളൂ, ഹൃദയത്തിലും പ്രവൃത്തിയിലുമില്ല. ഇതൊക്കെ അള്ളാഹു അറിയും. അതിന്റെ അനന്തരഫലം നിങ്ങൾക്ക് പിന്നീട് അറിയാറാകും. നിങ്ങൾ അനുസരിക്കായിക കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് ഒന്നും നേരിടുവാനില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രബോധനം ചെയ്യുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാധ്യത. അത് അദ്ദേഹം നിർവഹിക്കുന്നുമുണ്ട്. നിങ്ങൾ യഥാർത്ഥമായ അനുസരണം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കു തന്നെ ഗുണകരമായി തീരും. ത്വഅത്തും മഅറൂഫ എന്ന വാക്കിനാണ് പരിചയപ്പെട്ട അനുസരണം എന്ന് നാം അർത്ഥം കൊടുത്തത്. ഇതനുസരിച്ചാണ് നാം മേൽക്കണ്ട വിവരണം നൽകിയതും. ഒരു പുണ്യകർമ്മമായ അഥവാ ഐച്ഛികമായ അനുസരണം എന്നും ഇതിന് അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കേവലം ഒരു പുണ്യപ്പെട്ട കാര്യം മാത്രമാണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അനുസരണം. എന്നിരിക്കെ അതിനെപ്പറ്റി ഇത്ര ശക്തിയായി സത്യം ചെയ്യേണ്ടതൊന്നുമില്ല എന്നിങ്ങനെ അതിന് വ്യാഖ്യാനവും നൽകപ്പെടുന്നു. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു പോരുന്നത് നിമിത്തം പരലോകത്തിൽ മാത്രമല്ല ഇഹത്തിൽ വെച്ചും പല നേട്ടങ്ങൾ കൈവരുന്നതാണെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുന്നു.